ഇന്നത്തെ സ്പെഷ്യൽ ട്രെൻഡിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചതാണ്. നമ്മൾ കൂന്തലിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഇഞ്ചി പേസ്റ്റും കുറച്ച് പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം കുറച്ച് ഉള്ളിയും ഉപ്പും കരിവേപ്പിലും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്യാം. ശേഷം നമ്മൾ മസാലൻ്റെ ഹൈലൈറ്റ് ചെമ്മീനും പിന്നെ കൂന്തലിൻ്റെ വേസ്റ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വേവിക്കാൻ വെക്കാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും തേങ്ങ ചിരണ്ടതും ആഡ് ചെയ്ത് മസാല ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈർക്കളി കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ഈർക്കളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂന്തലെടുത്തിട്ട് മസാല ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൈ കൊണ്ട് തന്നെ കുത്തി നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തലയുടെ ഭാഗം അറ്റത്ത് വെച്ചിട്ട് ഈർക്കളി കൊണ്ട് കുത്തി വെച്ചിട്ട് ബന്ധാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എല്ലാം ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് വേപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അപ്പച്ചമ്പിൽ ഇലയും കൂടി വെച്ചിട്ട് എല്ലാം ഒന്ന് പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 5 മിനിറ്റ് വേപ്പിച്ചെടുക്കുന്നുണ്ട്. അതാണ് റെഡി ആകുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡി ആക്കണം. അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അയ്യവാ അപ്പോഴേക്കും നമ്മൾ കൂന്തലൂടെ വെന്തിട്ട് വീർത്ത് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെല്ലാം നമുക്കൊന്ന് മസാല പെരക്കി എടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.